ഷോ അച്ചാമ്മേ ആ പ്രോഗ്രാമിനെ എന്ത് വിളിക്കും? ഏത് 2-ാം തീയതി പ്രോഗ്രാമില്ലേ? എടി ആ തോട്ടപ്പള്ളിക്ക് നീ കളിച്ചില്ലേടി? ഏത്? ചന്ദ്രചൂട ശിവപാർവതി എന്ന് പറഞ്ഞ ഡാൻസ് ഇല്ലേ? അത് എന്നെ കാണുന്ന അച്ചാമ്മ കളിക്കണ്ടല്ലോ. അച്ചാമ്മ കളിച്ചാ പോരത്. അന്നൊരു കാര്യം ചെയ്ത് നീ വീട്ടിലെ പണിയൊക്കെ എടുക്കും, ഞാൻ കളിച്ചേച്ചുമാർ. ചന്ദ്രചൂട ശിവ എന്താടി ആ പാട്ട്? ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണ നിരകേ നമോ നമോ. അല്ലേ? മറന്നുപോയി. ഇവിടെ പീച്ചിങ്ങ കിട്ടുവാ? പീച്ചിങ്ങ ഉണ്ട്, നമുക്കത് മേടിക്കമ്പാ. ഇത് വെള്ളിരിയാണ്, ഇതൊക്കെ കണ്ട. ഇതെല്ലാം വെള്ളിരിയാണ്. ഇല്ല, അത് മത്തേന് കണ്ട. അത് മത്തേന്. വലിയ ഇല കാണുന്നൊക്കെ മത്ത, ഈ ചെറിയ ഇല കാണുന്നൊക്കെ ഇത്. വെള്ളത്തിന്റെ സമയം മഴക്കാലമൊക്കെ ആകുമ്പോ. മഴക്കാലം വന്നാലേ ഇപ്പൊ എന്ത് ചെയ്യാൻ, ഞങ്ങളിപ്പോ നെഞ്ചത്ത് കൈയും വെച്ച് നടക്കും. ഇന്നലെ നല്ല മഴയായിരുന്നല്ലേ? നല്ല മഴയായിരുന്നു. ഇല്ല, ഇനി കയറിയല്ലോ. അപ്പൊ അടങ്ങാൻ രസായിരുന്നല്ലേ ചാമേ? പിന്നെ പാടം അങ്ങനെയല്ലേ. നിങ്ങളുടെ സൈഡ് ട്രെയിനാ? എന്റെ പൊന്നച്ചാമ ഒന്നാമത് അവിടെ പൊടുക്കത്തെ കാടാണ്. ഉള്ള സാധനം മൊത്തം പറിച്ചു വെച്ചേക്കും. ഈ കൊച്ചൊരു സാധനം ചെയ്യിക്കില്ല. എന്ത് നല്ല രീതി വന്ന താലമായിരുന്നു. ആ മഴ വന്നതോടുകൂടി അത് കുളവായിപ്പോയി. അല്ലേലും എനിക്കറിയായിരുന്നു മഴ പെയ്യുമെന്ന്. ആ ഫ്രണ്ടിൽ തന്നെ താലം പിടിച്ചൊരു കൊച്ചു നിന്നേച്ചില്ലേ, എന്താ ചാടിയാണ് താലം പിടിച്ചിട്ട് ഇങ്ങനെയല്ലേ നടന്നുകൊണ്ട് പോയത്. അപ്പോഴേ ഞാൻ വിചാരിച്ച മഴ പെയ്യുമെന്ന്. അത് മഴ പെയ്യുകയും ചെയ്തു. കുശുമ്പില്ലാത്ത ആള്. ആ താല എപ്പ ചെന്ന് കയറി എന്താ. ചമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോകണ പോലെ ലോറിയും വിളിച്ചോണ്ട് പോണം, എന്നാലും തീരെയല്ല സാധനങ്ങൾ. ഇന്നലെ ഞണ്ട് കിട്ടിയപ്പോഴേ ഞാൻ ഓർത്തതാണ് ഈ പീച്ചിങ്ങ ഇട്ട് വെക്കണോന്ന്. എന്ത് രസാന്നറിയാമോ ഞണ്ടിട്ട് പീച്ചിങ്ങ വെച്ച്. നീ ഇന്നലെ കോളേജിൽ പോയപ്പോഴേ ഇവിടെ ഞണ്ട് വിലക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു 2-3 ചെറിയ ഞണ്ട്. നല്ല രസാണ്. അച്ഛാമ്മ ഇതൊക്കെ റെഡിയാക്കി വെക്ക്. ഞാൻ പൊട്ടുകളുടെ ജ്യൂസ് എടുത്തിട്ട് അച്ഛടെ തന്നപ്പോ തന്നെ ഇത് പൊട്ടിയിരിക്കും. എന്നിട്ട് വന്നിട്ട് നമുക്ക് ഞണ്ട് കറി വെക്കാവേ. ഞണ്ട് കറി അല്ലടി, പീച്ചിങ്ങ കറി. അച്ഛാമ്മക്ക് പീച്ചിങ്ങ, എനിക്ക് ഞണ്ടു. അപ്പൊ എന്തായാലും അച്ഛാമ്മ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ? അതെ, കഞ്ഞിക്കിട്ടച്ചും അതിന് പീച്ചിങ്ങയുടെ ഇതൊന്ന് കളഞ്ഞും ഡ്രസ്സ് മാറും. എന്നാ കുടിക്ക. സൂപ്പർ സാധനമുണ്ട്. പിന്നെ ഞാനല്ലേ ഉണ്ടാക്കിയത്. ഓ പിന്നെ ഈ പുക ഞാൻ എങ്ങാട് പോയാലും ഈ പുക അങ്ങോട്ട് വന്നോണ്ടിരിക്കാനുള്ള. ഇടയ്ക്ക് അടുക്കളയിലായ കാറ്റും പുകയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. നീ അതൊന്നും അല്ലല്ല, നീ എന്റെ പുക കാണാൻ നടക്കിയത്. പിന്നെ അച്ചാമ്മ അടുക്കളയിൽ കിടന്ന് മലമറിക്കണല്ലോ. വേടി ഞണ്ട് കണ്ടേ? എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ 2 എണ്ണം എനിക്ക് 2 എണ്ണം അച്ഛമ്മ. ഇത് മുഴുവനും തിന്നാലും അച്ഛമ്മക്ക് സന്തോഷം. ആശം തിരിഞ്ഞു തന്നെയാണ് എന്നെ കടിക്കുക. അച്ഛമ്മ എന്നെ കടിക്കാൻ പോണത് അതിനറിയാവോ? അച്ചാമ്മ ദുഷ്ടാണ്. അച്ചാമ്മ ഒറ്റടിക്കല്ലേ നാളെ തന്നെ തട്ടിക്കളയണത്.
ഞാനങ്ങനെ തട്ടുന്നതാണ് ഉച്ചക്കും വൈകുന്നേരം വരുമ്പോൾ താൻ തട്ടണത്. ഞാനെന്ന് വെച്ചാൽ നേരിട്ട് തട്ടണല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ തട്ടണുള്ളൂ. ആ അത് ശരിയാ. എടി പൊന്നണ്ടറി ദേ പൊന്നാ അതെന്ത് സാധനം? എടി പെണ്ണ് ഞണ്ടിനുണ്ടാകണതാണ് ഈ സംഭവം. നല്ല രസമാണിത്. അല്ലാണ്ട് എന്നെ വിളിച്ചതല്ലേ? അല്ല, ഞാൻ പെണ്ണ് ഞണ്ടിന് പൊന്നുള്ളത് കാണിച്ച. ഓ അല്ലെങ്കിൽ വെച്ചാമേ ഞാൻ ഏതനുസരിച്ചിലാണ് കളിക്കട്ടെ? ഓ എനിക്കതല്ലേ ഇഷ്ടം. എനിക്ക് ആ ചന്ദ്രചൂട എന്നുള്ള ഡാൻസാണ് ഇഷ്ടം. ചന്ദ്രചൂട്. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ രണ്ടു കൊടുപ്പ ഇവിടെ കളിക്കാം. എന്നിട്ട് അച്ചാമ്മ ഏതാ നല്ലത് നോക്കിട്ട് പറ. ആ പറയാം. ഡേ ഈ പാട്ടില്ലേ ഇവിടെ നിക്കണം കേട്ടാ. ഞാൻ അവിടെ നിക്കാം, അവിടെ നിന്ന് കളിക്കാം. ചന്ദ്രചൂട് ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ചന്ദ്രചൂട് ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. സുന്ദരധര ദീനാഗധര ഗര സുന്ദരധര വീനാഗധര ഗര ഗംഗാധര ഗജ ചർമാഭരധര ഗംഗാധര ഗജ ചർമാഭരധര. ചന്ദ്രചൂട ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ഗുഡ്, അത് മതി. നമുക്കില്ലേ ചാമേ രണ്ടാം തീയതി രാവിലെ പോകാം. രണ്ടാം തീയതി രാവിലെ പോയിട്ട് എൻ്റെ പരിപാടിയും കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാം. അന്നത്തെ ദിവസം വരാം. അങ്ങനെ ചെയ്താൽ പോരെ? അത് മതി. ഇങ്ങോട്ട് പോരുമ്പോ ആരാണിത് പഠിപ്പിച്ചതെന്ന് ചോദിക്കണമെങ്കിൽ തമാശ ഇങ്ങനെ ആളുകൾ ചോദിക്കുവേ. അതായത് അച്ഛമ്മേനെ പഠിപ്പിച്ചതെന്ന് പറയണം കേട്ടോ. ടീച്ചർമാരെയൊക്കെ എന്ത് പറയും? എന്നാ നിന്റെ ടീച്ചർമാരപ്പം സൈഡിൽ കൂടി വേണം അച്ഛമ്മേനെയും കൂടി പറയാം. ആദ്യം തൊഴാനും അവസാനം തൊഴാനും എൻ്റെ അച്ഛമ്മേനെ പഠിപ്പിച്ചത് അത്ര പറയാം. ആ ശരി. ഞാൻ ഡാൻസ് കണ്ടിട്ടല്ല കൈയടിച്ചത്, പിന്നെ ഞാൻ ആ പാട്ട് കേട്ടിട്ടാണ് കൈയടിച്ചത്. അത് ആര് പാടിയതാ? അതെന്റെ കൂടെ പഠിക്കണ വിഷ്ണു പാടിയത്. അതുകൊണ്ടാ ഞാൻ അനുഷ്ഠെന്ന് പറഞ്ഞേരി. ഇല്ല പറയാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോളാം. ഞണ്ടിടുമ്പോ അതിന്റെ ഒരു മണം. പക്ഷെ തിന്ന് കഴിയുമ്പോ കൈക്കും ഒരു മണം ഉണ്ടാവും. അതാണ് അതാറും മണം. കഴിഞ്ഞ കഴിഞ്ഞു. ചോറെടുത്തിട്ട് വരട്ടെ. എനിക്കപ്പോ പൊന്നുള്ള ഞണ്ട് നോക്കിട്ടോട്ടാ. അതിനിപ്പോ ഞാൻ അവിടെ പോയി തപ്പാനാ? അച്ചാമ്മയിൽ അത് എടുത്ത് തിരിഞ്ഞ് കാണിച്ചു തന്നാ അപ്പൊ അച്ചാമ്മ കണ്ട് തപ്പിയെടുക്കും. പൊന്നിന് പൊന്നുള്ള ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചെമ്മിന്റെ കൂടെ അല്ലാണ്ടില്ലേ ഞാൻ ഞണ്ടിട്ട് ഞാൻ കഴിച്ചില്ല. എത്ര നാളായി പീച്ചിങ്ങും രണ്ടും കൂടി വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് ഏതായാലും രണ്ടും കൂടി ഒത്തു കിട്ടി. ഇത് കൊള്ളാം കേട്ടോ. നമുക്കേ എന്നിട്ട് എല്ലാ സാധനവും ഇല്ലേ ഈ ഞണ്ടിട്ട് വെക്കാം. ആണോ? എന്നാ നാളെ തൊട്ട് കൊച്ചു തോർത്തന്മാറി വലിയെടുത്തോണ്ട് ഇറങ്ങിക്കോ ഞണ്ട് പിടിക്കാൻ. ഞാനെന്തിനാ ഇറങ്ങണേ? അതിനല്ല അച്ചാമ്മ ഉള്ളത്. അച്ചാമ്മയുടെ പോലത്തെ മീൻപിടുത്തക്കാർ ഇവിടെ വല്ലയിടത്തും ഉണ്ട്. മതി മതി മതി. ഈ പടവലങ്ങയും അച്ചിങ്ങയൊക്കെ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം.
മേടിച്ചോണ്ട് വരുവാ. ആ അച്ഛാമ്മ പൈസ കൊടുത്താൽ മതി, ഞാൻ അവിടെ കിടന്ന് വാങ്ങിച്ചേക്കാം. ആണോ? ആ